ഹായ്, വെൽക്കം ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഞാൻ ഏറ്റവും കൂടുതൽ ചിത്ര ചേച്ചിയുടെ പാട്ടുകളാണ് കേൾക്കാറ്. ഞാനൊരു ഡൈ ഹാർഡ് ഫാനാണ് ചിത്ര ചേച്ചിയുടെ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പാട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അതിനോട് ഭയങ്കര ഒരു അഫിനിറ്റി വന്നു തുടങ്ങി. ഡാൻസിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് എന്തോ ഐ സ്റ്റാർട്ടഡ് റെക്കഗ്നൈസിങ്, ഓക്കെ ഇതാണ് എനിക്ക് കൂടുതൽ. ഡാൻസ് ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്, പക്ഷെ എന്തോ അതിനോട് ഒരു ചെറിയൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സംവെയർ ഇറ്റ് വാസ് ദേർ. ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ, വാട്ട് ഈസ് റിട്ടൺ ഫോർ യു, നമ്മുടെ തലയിൽ എന്തെങ്കിലും വരച്ചിട്ടുണ്ടെങ്കിൽ somehow it will come to you. അത് പണ്ട് തൊട്ടേ അങ്ങനെ ഒരു ബിലീഫുള്ള ഒരാളാണ്. ഓക്കെ എനിക്ക് ഒരു കൊല്ലത്തിൽ എനിക്ക് ഇത്ര പാട്ട് പാടണം, അങ്ങനത്തെ ടാർഗറ്റ്സ് അങ്ങനെയൊന്നുമില്ല. ഐ ഡോണ്ട് വോണ്ട് ടു ബി ലൈക്ക് ദാറ്റ്. വരുന്ന നല്ല പ്രോജക്ട്സ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ മാക്സിമം കൊടുക്കുക. അതിന് 100 ഓർ മേ ബി ഈവൻ മോർ ദൻ 100 കൊടുക്കാൻ പറ്റിയാൽ അങ്ങനത്തെ ഒരു ഫോക്കസേ ഉള്ളൂ. ദാറ്റ്സ് ഹൗ ഐ ആം. സ്വന്തം ക്രെഡിറ്റിൽ ഒരു പിടി നല്ല പാട്ടുകൾ ഉണ്ടായിരിക്കുക, അത് ഒരു ഗായികയെ സംബന്ധിച്ച് വലിയ ഭാഗ്യം തന്നെയാണ്. ഒരുപാട് സന്തോഷമാണ്. അങ്ങനെയുള്ളൊരു ഗായികയാണ് ഇന്നിവിടെ എൻ്റെ കൂടെ, ദിവ്യ എസ് മേനൻ. ദിവ്യ ഇപ്പോൾ ഈ സമയത്ത് മറ്റൊരു ഇരട്ടി മധുരവും കൂടി ആയിരിക്കുന്ന സമയമാണ്. അതെന്താണെന്ന് ഞാൻ പറയില്ല, നമുക്ക് ദിവ്യയെ കൊണ്ട് തന്നെ പറയിക്കാം. ഹായ് ദിവ്യ. ഹായ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. ആരോടൊപ്പം ഞാൻ ഇരുന്ന് ഇങ്ങനെയൊക്കെ പറയണല്ലേ? ഈ പരിപാടിയൊക്കെ കുറേ കാലം ചെയ്തിട്ടുള്ള ഒരാള്. പക്ഷേ എനിക്ക് കൂടുതലും കംഫർട്ടബിൾ പാട്ട് പാടാനാണ്. ഞാൻ പിന്നെ പാട്ട് പാടണമെങ്കിൽ സംസാരിക്കണം എന്നുള്ളൊരു ദൗത്യമുള്ളതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തിരുന്നൊരു കാര്യമാണ്. അതൊക്കെ പോട്ടെ, ഇപ്പൊ നമ്മൾ അതൊന്നും അല്ല, ഇപ്പൊ നമ്മൾ ഭയങ്കര ഖുഷിയിലിരിക്കുന്ന സമയമാണ്. ഖുഷിയുടെ 2 ലാംഗ്വേജിലും പാടാൻ പറ്റി. ഇപ്പൊ കുഞ്ഞമണീസ് ഹോസ്പിറ്റൽ റിലീസ് ആയല്ലോ അല്ലെ, അതിലും പാടിയിട്ടുണ്ട്. അതാണോ ഇപ്പത്തെ ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ? അത് ഈ രണ്ടെണ്ണമാണ്, ഖുഷിയും കുഞ്ഞമണീസ് ഹോസ്പിറ്റൽ. ഖുഷിയിൽ ഈ പറഞ്ഞ ഒരു 2 വേർഷൻസ് പാടാൻ പറ്റി, തെലുഗു ആൻഡ് മലയാളം. അങ്ങനെ ഒരു ഈ പറഞ്ഞ മാതിരി ഇരട്ടി മധുരം. ഞാൻ തെലുഗു മുമ്പ് പാടിയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ 2 വേർഷൻസ്. ഇപ്പോൾ വരുന്ന എല്ലാ പടങ്ങളും ഇപ്പോൾ പാൻ ഇന്ത്യ ആണല്ലോ, വി ഹാവ് മൾട്ടിപ്പിൾ ലാംഗ്വേജസ്. ഇപ്പോൾ 5 ലാംഗ്വേജസിലാണ് ഖുഷി ഇറങ്ങുന്നത്. അപ്പോൾ അതിലിങ്ങനെ 2 വേർഷനും പാടാൻ പറ്റി. തെലുഗു ഹിഷാമിൻ്റെ കൂടെ തന്നെയാണ് പാടിയിരിക്കുന്നത്, ആൻഡ് മലയാളം നമ്മുടെ KS ഹരിശങ്കറിൻ്റെ കൂടെ. ഒന്ന് ഷെയർ ചെയ്യൂ ആ ഒരു എക്സ്പീരിയൻസ്. ആക്ച്വലി ലൈക്ക് ഭയങ്കര രസമുള്ളൊരു പടമാണ്. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റും അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഹിഷാമിൻ്റെ പാട്ടുകൾ അറിയാലോ, അതിൻ്റെ മെലഡീസ് ഇൻ അനദർ ലെവൽ. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന വളർന്നു വരുന്നൊരു മ്യൂസിക് ഡയറക്ടറാണ്. പണ്ട് തൊട്ടേ പരിചയമുണ്ട്, നമ്മൾ നല്ല ഫ്രണ്ട്സാണ്. സോ ഐ ഹാവ് ബീൻ സീയിങ് ഹിസ് ഗ്രോത്ത്. അപ്പോൾ നമ്മളിങ്ങനെ ഹാപ്പി ആകുമ്പോൾ നല്ല നല്ല പാട്ടുകൾ ചെയ്യുന്നു. ഇറ്റ്സ് സോ നൈസ് ടു സീ. നമ്മുടെ ഫ്രണ്ട്സ് ഇങ്ങനെ നല്ല നല്ല പ്രോജക്ട്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം. പെട്ടെന്ന് ഒരു ദിവസം കോൾ ചെയ്യുന്നു, ആൻഡ് ഹീസ് ലൈക്ക് ഇതൊരു പാട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒന്ന് വരാൻ പറ്റുമോ സ്റ്റുഡിയോയിലേക്ക് എന്ന് പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റുഡിയോയിൽ പോയപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ ശിവനിർവാണ സർ അവിടെ ഉണ്ടായിരുന്നു. പുള്ളി തന്നെയാണ് ഇതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ സിനിമയിൽ എല്ലാം പാട്ടുകളിലെ തെലുഗു ഫുള്ള് സർ തന്നെയാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സാറാണ് എനിക്ക് ലിറിക്സ് ഒക്കെ പറഞ്ഞു തരുന്നത് അന്ന് പോയപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിക്കും ചെയ്ത് ഓക്കെ, മേ ബി യൂഷ്വലി ഞാൻ തെലുഗു പാടുമ്പോൾ അതിൻ്റെ ലിറിസിസ്റ്റ് മോസ്റ്റ്ലി ഉണ്ടാവും, നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ. എന്താ വെച്ചാൽ നമുക്ക് ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് നമുക്ക് ആ ഡിക്ഷനൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി ഉണ്ടാവും. അപ്പോൾ സാർ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ, മേ ബി ലിറിസിസ്റ്റ് ഫ്രീ ആയില്ലായിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയാണ് ഡയറക്ടർ തന്നെയാണ് ഇതിൻ്റെ ലിറിസിസ്റ്റ്. അപ്പോൾ ഞാൻ ഓക്കെ, അതുകൊണ്ടാണ് പുള്ളി ഇത്രയും ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഹീസ് ലൈക്ക് വെരി പെർട്ടിക്കുലർ നമ്മളത് പാടുമ്പോൾ. അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ പാടണം. പിന്നെ ഈവൻ ആ ഇമോഷൻസിനെ കുറിച്ച് ഭയങ്കര ഇൻവോൾവ് ആണ് ഇതിൻ്റെ ഡയറക്ടർ ശരിക്കും പറഞ്ഞാൽ ഈ മൂവിയിൽ. ഞാൻ അങ്ങനെ ഒരു സൈറ്റ് ഇതുവരെ കണ്ടിട്ടില്ല. എപ്പോഴും നമുക്ക് മ്യൂസിക് ഡയറക്ടേഴ്സ് പറഞ്ഞു തരുന്നു, നമ്മൾ പാടുന്നു. പക്ഷെ ഇത് ഇവർ 2 പേരും കൂടി ഒന്നിച്ചിരുന്ന് ഭയങ്കര ലൈക്ക് ടോട്ടൽ ഇൻവോൾവ്മെൻ്റ് ആണ് 2 ആൾക്കും എല്ലാം സോങ്സിൽ. അപ്പോൾ അതിൻ്റെ കാരണം എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പുള്ളിയാണ് അതിൻ്റെ ലിറിസിസ്റ്റ് എന്ന് മനസ്സിലായപ്പോഴാണ് ഓക്കെ, ദിസ് ഇസ് ദ റീസൺ ഇവർ 2 പേര് ഇത്ര ഇൻവോൾവ് ആയിട്ട് ചെയ്യണേ. അത് പ്ലസൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മലയാളം പിന്നീടാണ് പാടിയത്. ആദ്യം ഞാൻ തെലുഗുവാണ് പാടിയത്. അതിനുശേഷമാണ് പറഞ്ഞത് ഇതിൻ്റെ മലയാളം വേർഷനും കൂടി താന്നു പാടിക്കോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇറ്റ് വാസ് നൈസ്. ഇപ്പൊ ഖുഷിയിൽ ആ പാട്ട് 2 പേര് പാടൂ എന്നൊക്കെ പറഞ്ഞ എങ്ങനെ പാടുക? ഒരു ലൈൻ തെലുഗു, ഒരു ലൈൻ മലയാളം, അങ്ങനെയാണോ പാടുക? അയ്യോ, അങ്ങനെയായിരിക്കും ഞാൻ കുടുങ്ങി പോകും. ആക്ച്വലി എൻ്റെ പോർഷൻ കുറച്ചേ ഉള്ളൂ, ലൈക്ക് നമുക്കൊരു 3 ലൈൻസേ ഉള്ളൂ. സോ ഞാൻ അതിൻ്റെ തെലുഗു പാടും, ബിക്കോസ് ദാറ്റ്സ് മോർ ഹാപ്പനിങ് ഐ ഗെസ്. അതിന് കുറേ വ്യൂസ് ഇപ്പം തന്നെ നല്ലോണമായി, മില്യൻസ് ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എവറി ഡേ ഇറ്റ്സ് ലൈക്ക് ഗോയിങ് ഓൺ. സോ
ഞാൻ തെലുഗു തന്നെ പാടാം. മനസാ മനക്കു సెలవే సెలవు ముసిరే యుసులు కనవా. ഹായ് തീരാതിരുന്നെങ്കിൽ ചിന്തിച്ചു പോയി സത്യത്തില്. അത് കഴിഞ്ഞാൽ മെയിൽ വേർഷൻ തുടങ്ങും. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങിയപ്പോൾ ജസ്റ്റ് തമാശ പോലെയാണെങ്കിലും പറഞ്ഞു പാടാൻ വേണ്ടിയിട്ട് പറഞ്ഞേ പറ്റൂ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനത്തെ സ്പേസുകളിലേക്ക് പോയത്. അപ്പം ചെറുപ്പം തൊട്ടേ പാട്ടുമായിട്ട് ഒരുപാട് കൂട്ടുള്ള ഒരാളാണല്ലേ? ഞാൻ ശരിക്കും പറഞ്ഞ പാട്ട് പഠിക്കാൻ തുടങ്ങിയത് 7th സ്റ്റാൻഡേർഡ് തൊട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്. 12 ഇയേഴ്സിൽ. അതിന് മുമ്പ് ഇങ്ങനെ വെറുതെ ഒക്കെ പാടും. പക്ഷെ ഐ വാസ് മോർ ഇൻ ടു ഡാൻസ് ആണ് പഠിച്ചിരുന്നത്. അപ്പോൾ പിന്നെ വീട്ടിൽ അങ്ങനെ ആരും ഫോഴ്സ് ചെയ്യില്ല, ഇഷ്ടമുള്ളത് പഠിക്കുക എന്നുള്ളൊരു ഇതാണ്. അപ്പം എനിക്ക് ഡാൻസിന് താല്പര്യം പറഞ്ഞുകൊണ്ട് എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ വിട്ടു. അപ്പോൾ അമ്മ ആ സമയത്ത് പാട്ട് പഠിച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് അമ്മയുടെ പാട്ട് ക്ലാസ്. അപ്പോൾ അത് കഴിഞ്ഞ് അമ്മയുടെ പാട്ട് ക്ലാസ്സിൽ ഞാൻ വന്നിരിക്കും. അമ്മ പാട്ട് പാടുമ്പോൾ കൂടെ ചിലപ്പോൾ ഞാനത് റിപ്പീറ്റ് ചെയ്തിരുന്നു ആ പ്രായത്തിൽ. ലൈക്ക് ഞാൻ UKG പഠിക്കുമ്പോൾ ഡാൻസ് പഠിച്ചു തുടങ്ങി. അപ്പോൾ അന്നേ അമ്മയുടെ പാട്ട് ടീച്ചർ പറഞ്ഞു, മോൾക്ക് ഇതിനോട് വാസനയുണ്ട്, പാട്ട് പഠിപ്പിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അത്ര സീരിയസ് അല്ല എന്ന് കണ്ടുകൊണ്ട് അവരും ഓക്കെ അവളൊരു ഇൻട്രസ്റ്റ് പറയട്ടെ അപ്പം പഠിപ്പിക്കാം എന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞ മാതിരി അച്ഛൻ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ എവറി 3 years സ്ഥലം മാറും. പിന്നെ അതിൻ്റെ ഇടയിൽ നോർത്തിൽ പോയി. അപ്പോൾ പിന്നെ നമുക്ക് ഇതിനൊന്നും സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അമ്മ എന്തെങ്കിലും പാട്ട് പഠിപ്പിച്ചു തരും, ഇങ്ങനെ സ്കൂളിലത്തെ കോമ്പറ്റീഷനും അങ്ങനെയൊക്കെ പാടും, പ്രൈസൊക്കെ വാങ്ങി വരും. അപ്പോൾ കുറച്ചൊരു മോട്ടിവേഷനായി, ഓക്കെ കൊള്ളാം, നമുക്ക് ഇതും അപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം, ഒരു ചെറിയൊരു മോട്ടിവേഷനും എൻകറേജ്മെൻറ്റൊക്കെ വന്നു തുടങ്ങി. പിന്നെ 7th സ്റ്റാൻഡേർഡിലായപ്പോൾ ഞാൻ ചെന്നൈയിൽ വന്നു. അപ്പോഴാണ് എന്നാൽ ശരി എന്നാൽ പാട്ട് പഠിക്കാം. ഞാൻ തന്നെ ഇൻട്രസ്റ്റ് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു, ഇത് കറക്റ്റ് സ്ഥലമാണ്, നമുക്ക് പാട്ട് തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ്, നല്ല ടീച്ചേഴ്സ് ഉണ്ടാവും ഇവിടെ, അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ 7th സ്റ്റാൻഡേർഡിൽ തുടങ്ങാണ്. പാട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അതിനോട് ഭയങ്കര ഒരു അഫിനിറ്റി വന്നു തുടങ്ങി. ഡാൻസിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് എന്തോ ഐ സ്റ്റാർട്ടഡ് റെക്കഗ്നൈസിങ്, ഓക്കെ ഇതാണ് എനിക്ക് കൂടുതൽ ഡാൻസ് ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്. പക്ഷെ എന്തോ അതിനോട് ഒരു ചെറിയൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സംവെയർ ഇറ്റ് വാസ് ദേർ നമ്മുടെ ഉള്ളിൽ. അപ്പോൾ അങ്ങനെ പിന്നെ 7th സ്റ്റാൻഡേർഡ് തൊട്ട് കാര്യമായിട്ട് തന്നെ പാട്ടൊക്കെ പഠിച്ചു തുടങ്ങി. ഈ പറഞ്ഞ ഒരു സ്കൂൾ ലെവൽ കോമ്പറ്റീഷൻ അപ്പോഴും ഞാനിങ്ങനെ കരിയറായിട്ട് എടുക്കും അങ്ങനെയൊന്നും ഒട്ടും വിചാരിച്ചിട്ടേ ഇല്ല. എന്താ വെച്ചാൽ അന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്കുള്ള എക്സ്പോഷറും കുറവായിരുന്നു. ആരും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യില്ല. എല്ലാവരും പാട്ട് സൈഡായിട്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു. ഈവൻ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ വളരെയധികം മാറി. ഇപ്പം എല്ലാവരും ഫോക്കസ്ഡ് ആണ്. അപ്പം ഞാൻ ചിലപ്പോൾ അമ്മയെടുത്ത് പറയും, ഈ കാലത്തിലായിരുന്നെങ്കിൽ മേ ബി നിങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുത്തേനെ. അപ്പോൾ അങ്ങനെ പിന്നെ പഠിച്ചു പോയി. നമ്മുടെ പഠിത്തവും അതിൻ്റെ കൂടെ പാട്ട് പോയി. പിന്നെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുമ്പോൾ ഇങ്ങനെ TV-യിൽ പാടാനുള്ളൊരു അവസരം കിട്ടി. അത് സിനിമയിലേക്കൊരു വഴി തുറന്നു. അപ്പോൾ ഞാൻ കുറേ കൂടെ ഓക്കെ എന്നാൽ കരിയറായിട്ട് എടുക്കാം. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ. അതായത് ഞാനിങ്ങനെ എനിക്ക് പ്ലേ ബാക്ക് സിംഗർ ആവണം അങ്ങനെയൊന്നും പ്ലാനൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം പട്ടണത്തിൽ ഭൂതം ആണെന്ന് തോന്നുന്നു. അതാണോ ആദ്യം സംഭവിക്കുന്നത്? കോഫി അറ്റ് MG Road ആണോ? കോഫി അറ്റ് MG Road ആണ് ഫസ്റ്റ് സംഭവിക്കുന്നത്. അപ്പൊ ഷാനാണ് ഷാൻ എന്നെ ഞാൻ ഈ പറഞ്ഞ TV ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് എൻ്റെ പ്രൊഡ്യൂസറിനെ കോൺടാക്ട് ചെയ്ത് എൻ്റെ നമ്പർ വാങ്ങി അങ്ങനെ കോഫി അറ്റ് MG Road പാടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവരുടെ എല്ലാം പ്രോജക്ട്സിൽ അസോസിയേറ്റ് ചെയ്യാനുള്ളൊരു അങ്ങനെ ഒരു ലക്ക് ഉണ്ടായി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ശരിക്കും ദിവ്യ എന്ന സിംഗറുടെ ആ ഒരു ഇനീഷ്യൽ ആ ഒരു ഇതിന് ഒന്ന് കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും അപ്പോൾ ഷാൻ റഹ്മാൻ എന്ന് തന്നെ ഷാൻ റഹ്മാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് നമുക്ക് കിട്ടി, നമുക്ക് മുന്നോട്ട് പോകാൻ വീണ്ടും നമ്മളെ അവര് എടുക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പോഴാണല്ലോ നമ്മൾ മനസ്സിലാക്കുക ഇത് ഞാൻ സീരിയസ് ആയിട്ട് എടുക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെങ്ങനെ ഇപ്പൊ ആലോചിക്കുമ്പോൾ എങ്ങനെയാ ദിവ്യക്ക് അതിനെ എങ്ങനെ പറയാൻ പറ്റുക? ആക്ച്വലി ഫസ്റ്റ് റെക്കോർഡിങ് അതിൻ്റെ സീരിയസ്നെസ് അവരായതുകൊണ്ടാണെന്ന് തോന്നുന്നു. വിനീത് ശ്രീനിവാസനും ഷാൻ റഹ്മാൻ രണ്ടുപേരും ഉണ്ടായിരുന്നു. അവരുടെ ആൽബം ഉണ്ടല്ലോ, രണ്ടുപേരും ഉണ്ടായിരുന്നു റെക്കോർഡിങ് സമയത്ത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സ്റ്റുഡിയോ ബൂത്തിൽ നിന്ന് പാടുകയാണെന്നുള്ള ഫീൽ ചെയ്തില്ല. അവർ കുറേ തമാശ പറഞ്ഞ് നമ്മളെ കുറേ ചിരിപ്പിച്ച് അതിൻ്റെ ഇടയിൽ പാടിപ്പിക്കുന്നു. ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു, ഓക്കെ ദിവ്യ ആവശ്യമുള്ളതൊക്കെ കിട്ടി കഴിഞ്ഞു. അവൻ കഴിഞ്ഞു, പണി കഴിഞ്ഞു. നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടിയെന്ന്. അപ്പം ഇങ്ങനെയൊക്കെ റെക്കോർഡിങ് നടക്കൂലേ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മളത് റെക്കോർഡിൽ കേൾക്കുമ്പോൾ ഓരോരുത്തർ അതിൻ്റെ അഭിപ്രായം പറയുമ്പോൾ നമുക്കത് ദിസ് ഇസ് സംതിങ്, കുറേ പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് കിട്ടുന്നു
എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കൂടി റെസ്പോൺസിബിളായി ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പോൾ പിന്നെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് തുടങ്ങി, അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് തുടങ്ങി. ഞാൻ എന്താ വെച്ചാൽ പഠിച്ചത് വേറെയും ഇപ്പോൾ ചെയ്യുന്നത് വേറെ ആണ്, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഞാൻ BCom ചെയ്ത് അത് കഴിഞ്ഞ് ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ ഞാൻ ഡിസൈഡ് ചെയ്ത് നോക്കിയ ഫാഷൻ ഡിസൈനിങ്ങും വേണ്ട, അത് ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. ബട്ട് 2 പാഷനും കൂടി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് പ്രാക്ടിക്കൽ. മ്യൂസിക് മതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മ്യൂസിക് മതി എന്ന്. ബിക്കോസ് അതിന്ന് കിട്ടുന്നൊരു സന്തോഷം വേറെ ലെവലിലുള്ളൊരു സന്തോഷമായിരുന്നു. അതിപ്പോൾ എത്ര ചെറിയ വർക്ക് ആണെങ്കിലും ആ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനെ ഫൈനലി ഡിസൈഡ് ചെയ്തു. അപ്പോൾ ആ ഡിസിഷനോട് ബാക്കി ചുറ്റി നിൽക്കുന്നവരുടെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? ആക്ച്വലി പേരൻസ് പണ്ട് തൊട്ടേ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അല്ല, എന്നാൽ പോലും നമുക്കൊരു കരിയർ എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോൾ രണ്ടും ഒരു ക്രിയേറ്റീവ് സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതുമായിട്ട് മുന്നോട്ട് പോകാന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും അപ്രിഹെൻഷൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എനിക്ക് ആക്ച്വലി സ്പീക്കിംഗ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദേ വർ വെരി സപ്പോർട്ടീവ്. അവരെന്താ വെച്ചാൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അത് പൊതുവെ അതിപ്പോൾ എനിക്ക് എൽഡർ ബ്രദർ ആണുള്ളത്. നമ്മൾ രണ്ടുപേരുടെ അടുത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇന്നത് പഠിക്കണം ഇന്നത് ചെയ്യണം. നമ്മളെ ഒപ്പീനിയൻ ചോദിച്ചാൽ വേണമെങ്കിൽ ഇത് ചെയ്തോളൂ എന്ന് പറയും, എന്നല്ലാതെ അവരെ നമ്മളെ ഒന്നിലും ഫോഴ്സ് ചെയ്തിട്ടില്ല. ആ ഫ്രീഡം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ട്. ക്രെഡിറ്റ് ഗോസ് ടു മൈ പേരൻസ്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്തോളൂ എന്ന് പണ്ട് തൊട്ടേ ഒരു സ്പേസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്രയും കംഫർട്ടബിളായിട്ട് കൊണ്ടുപോകാനും പറ്റിയത്. അപ്പം ഞാനിത് ഇങ്ങനെ കരിയറായിട്ട് എടുക്കുമ്പോൾ തന്നെ അവരാണ് ഫുൾ ടൈം എൻ്റെ കൂടെ വന്നിരുന്നത്. ഇപ്പം ഞാൻ ആ TV ഷോസ് ചെയ്യുമ്പോഴും അച്ഛനും അമ്മയാണ് എല്ലായിടത്തേക്കും കൂടെ വന്നിരുന്നത്. സോ ഓൺലി ബിക്കോസ് ദേ റിയലി വോണ്ട് ടു സീ യു ഡു വാട്ട് യു ലവ്. അതാണ് അവർ അതിൻ്റെ റിസൾട്ട് അല്ല നോക്കുന്നത്. ആർ യു ഹാപ്പി എന്നുള്ളതാണ് അവരുടെ മെയിൻ ഒരു മോട്ടീവ്. ഇഫ് യു ആർ ഹാപ്പി ഡൂയിങ് വാട്ട് എവർ യു ആർ ഡൂയിങ് വീൽ ബി ദേ വിത്ത് യു വാട്ട് എവർ ഇറ്റ് ഇസ്. അങ്ങനെ ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ കുറേ നല്ല പാട്ടുകൾ ശരിക്കും ദിവ്യയുടേതാണ്. അത് എന്താ പറയുക, അതൊക്കെ എങ്ങനെ ദിവ്യയിലേക്ക് വന്നു ചേർന്നതായിരിക്കും. ഇപ്പോൾ ബാംഗ്ലൂർ ഡേയ്സ് അടക്കം അല്ലേ, ഒരുപാട് നമ്മൾ പറയുന്ന കുറേ പാട്ടുകൾ നോക്കുമ്പോൾ അയ്യോ ഇത് ദിവ്യ പാടിയതാണോ എന്നുള്ള രീതിയിലുണ്ട്. അപ്പം അങ്ങനെ അത് ദിവ്യയുടെ ആണെന്ന് എന്താ പറയുക എല്ലാവരും അറിയാതെ പോയ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ? കുറെ പേർക്ക് അറിയാതെ അതിപ്പോഴും ഉണ്ട്. ഞങ്ങൾ തന്നെ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ പിന്നെ അയ്യോ ഇതൊക്കെ ഇവർ പാടിയതാണോ എന്നുള്ള രീതിയിൽ അതിപ്പോഴും ഉണ്ട്. ബിക്കോസ് ഇപ്പോഴും അതിപ്പോൾ ഇപ്പോൾ ഓൺ ദ ലോങ് റൺ കുറേ പേരെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഖുഷി ഇറങ്ങിയ സമയത്താണ് സഡൻലി സമൺ പോസ്റ്റഡ് എ പോസ്റ്റ് ഹിറ്റ്സ് ഓഫ് ദിവ്യ എസ്മൻ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതിൽ ഞാൻ പാടിയൊരു 9 പാട്ടുകൾ അവർ ഇട്ടിട്ടുണ്ട്. അതിൽ 1-2 എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് അവർ സ്വൈപ്പ് ചെയ്യുമ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തു ഇതൊക്കെ ദിവ്യ പാടിയതാണല്ലേ, ഞങ്ങൾ അറിഞ്ഞില്ല. ലൈക്ക് പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്, ഭയങ്കര ഫെമിലിയറാണ്, ബട്ട് ദിവ്യയാണ് അത് പാടിയെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഒരു PR ചെയ്യുന്ന ആളല്ല. അതായിരിക്കും അത് തന്നെയാണ്. പക്ഷെ നമ്മൾ പറയില്ലേ നമ്മുടെ ഒരു കോർ ക്യാരക്ടർ ഉണ്ടല്ലോ, അതിനെ ഫുള്ളായിട്ട് നമുക്ക് മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഐ എം നോട്ട് എ സോഷ്യൽ മീഡിയ പേഴ്സൺ. ഞാൻ ആദ്യമേ പറയാം, ഞാൻ ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടാണ്. ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റയിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നോർമലി ചെയ്യുന്ന ആൾക്കാരെക്കാട്ടിലും ഐ ഹാവ് ടു പുട്ട് 200 or 300% എക്സ്ട്രാ ടു ഡു വാട്ട് ഐ എം ഡൂയിങ്. ഞാൻ കഷ്ടപ്പെട്ടു, ഓ ഇന്ന് പോസ്റ്റ് ഇടണല്ലേ, ഓക്കെ എന്ന് പറഞ്ഞ എനിക്കിങ്ങനെ എല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാം ഡേ ടു ഡേ ആക്ടിവിറ്റി അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ അത് ഇഷ്ടമുള്ള ആളല്ല. ഐ എം വെരി പ്രൈവറ്റ് പേഴ്സൺ. ഞാനിങ്ങനെ പാട്ട് പാടുന്നു, എൻജോയ് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് വരുന്നു, ഓക്കെ. പക്ഷെ അതിങ്ങനെ ഓരോന്നും ഞാനാണിത് പാടിയത്, എനിക്കോട്ട് പറ്റുന്നില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ആരും അറിയില്ല കേട്ടോ ദിവ്യാണ് ഇത്രയൊക്കെ പാട്ട് പാടിയത്. ഒന്നാമത് ഇപ്പോൾ കോമ്പറ്റീഷനും കൂടുതലാണ്. കോമ്പറ്റീഷൻ ഡേ ബൈ ഡേ ഇങ്ങനെ കൂടി വരും. ഒരുപാട് ടാലന്റഡ് കുട്ടികളുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ദേ സോ എക്സ്ട്രീംലി ടാലന്റഡ്. ചില കുട്ടികളുടെയൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും അയ്യോ നമ്മളൊക്കെ എന്തിനാ പാടണമെന്ന് വരെ ചിലപ്പോൾ തോന്നും. അത്ര ഈ ചെറിയ കുട്ടികളൊക്കെ പാടണം കാണുമ്പോൾ യങ് പ്രോഡിജീസ് കുറേ പേരുണ്ട്. വെരി എക്സ്ട്രീംലി ഗിഫ്റ്റഡ് കുട്ടികളാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശരിയാണ് കോമ്പറ്റീഷൻ ലെവലുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ വാട്ട് ഈസ് റിട്ടൺ ഫോർ യു. നമ്മുടെ തലയിൽ എന്തെങ്കിലും വരച്ചിട്ടുണ്ടെങ്കിൽ somehow it will come to you. അത് പണ്ട് തൊട്ടേ അങ്ങനെ ഒരു ബിലീഫുള്ള ഒരാളാണ്. ഐ ഹാവ് നെവർ ഗോൺ ആൻഡ് അങ്ങനെ ചേസ് ചെയ്ത് എനിക്കിത് വേണം എന്ന് പറഞ്ഞ് ഡ്രൈവ് ഉണ്ട്. അതായത് എനിക്ക് പാട്ടിനോട് ഇഷ്ടമുണ്ട്, അതിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ലൈക്ക് പാട്ട് പഠിക്കും, കിട്ടുന്ന പ്രോജക്ട്സിന് മാക്സിമം അവിടെ കൊടുക്കുക, അതൊക്കെ ചെയ്യും. പക്ഷേ ഓക്കെ എനിക്ക് ഒരു കൊല്ലത്തിൽ എനിക്ക് ഇത്ര പാട്ട് പാടണം അങ്ങനത്തെ ടാർഗറ്റ്സ് അങ്ങനെയൊന്നുമില്ല. ഐ ഡോണ്ട് വോണ്ട് ടു ബി ലൈക്ക് ദാറ്റ്. വരുന്ന നല്ല പ്രോജക്ട്സ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ മാക്സിമം കൊടുക്കുക. അതിന് 100 or maybe even more than 100 കൊടുക്കാൻ പറ്റിയാൽ അങ്ങനത്തെ ഒരു ഫോക്കസേ ഉള്ളൂ. ദാറ്റ്സ് ഹൗ ഐ ആം. എനിക്കത് ചേഞ്ച് ചെയ്യണമെന്നില്ല. പിന്നെ കോമ്പറ്റീഷൻ എല്ലാ രംഗത്തും എല്ലാ സമയത്തും ഉണ്ടാവും.
നമ്മുടെ കയ്യിലുള്ള ടൂൾസിന് പോളിഷ് ചെയ്ത് നന്നായി വെക്കുക, ആ കറക്റ്റ് ടൈം വരുമ്പോൾ ജസ്റ്റ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ പോണത്. ആൻഡ് ഐ തിങ്ക് അത് ഇപ്പോൾ നമുക്ക് സ്കോപ്പും കൂടി തുടങ്ങി. ഫിലിംസ് മാത്രമല്ല, നമുക്ക് അതെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ ഇത് ഇപ്പോൾ കുറച്ചും കൂടി ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഞാൻ കമ്പോസിംഗ് രംഗത്തേക്ക് അങ്ങനെ വന്നിട്ടില്ല, ബട്ട് ഐ എം തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഇനി കുറച്ച് അങ്ങനെയും കൂടി ചെയ്തല്ലാതെ ഈ പറഞ്ഞ മാതിരി നമ്മൾ മൂവീസ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല. സിറ്റുവേഷനിലാണല്ലോ, എല്ലാ കാലത്തും പാട്ടുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇറ്റ്സ് ഡിഫറെന്റ്. നമ്മുടെ മൂവിയുടെ കൾച്ചർ തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് മാറി. അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ വേറെ സ്പേസ്, പണ്ടെന്ന് പറഞ്ഞാൽ സിനിമ മാത്രമേ നമുക്കൊരു മീഡിയം ഉള്ളൂ പാട്ടിന് വേണ്ടി. ഇന്നിപ്പോൾ അങ്ങനെയല്ല, നമുക്ക് പല മീഡിയംസ് ഉണ്ട്. അപ്പോൾ പാട്ട് പാടുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഇത്. അത് എവിടെ നമുക്ക് പറ്റുകയാണെങ്കിൽ അവിടേക്ക് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ സ്ലോലി ഇങ്ങനെ ചെറിയ ചെറിയ ടിഡ്ബിറ്റ്സ് ഒക്കെ ഇങ്ങനെ വീട്ടിലിങ്ങനെ വെറുതെ പാടി, അതിനൊരു ഫുൾ സ്ട്രെച്ച് സോങ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഹോപ്പ്ഫുള്ളി സൂൺ അത് വരും തന്നെ തോന്നുന്നു, ആ ഇരിപ്പും പറച്ചിലൊക്കെ കണ്ടിട്ട്. ആയി വരണേ ഉള്ളൂ. വളരെ വളരെ ബേബി സ്റ്റേജിലാണ്. പിന്നെ നമ്മൾ ഇപ്പൊ ചെയ്യുമ്പോൾ നമുക്ക് അറിയാലോ നമ്മുടെ മ്യൂസിക്കിന്റെ ക്വാളിറ്റി സോ ഹൈ. അപ്പൊ ചെയ്യുമ്പോൾ ഒരു മിനിമം ക്വാളിറ്റി ഇല്ലാണ്ട് വെറുതെ ഒരു പാട്ട് ഇറക്കിയിട്ട് കാര്യമില്ല. ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഗുഡ്. അതെ, ശരിക്കും. അപ്പോൾ വെൻ ഐ എം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് വിത്ത് സംതിങ് ദാറ്റ് ഐ എം മേക്കിംഗ്, ഡെഫിനറ്റ്ലി ഞാൻ ഇറക്കും. ഓക്കെ, എന്നാ ഒരു കൗതുകത്തിനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ പറഞ്ഞല്ലോ ഖുഷിയുടെ ഇത് വന്നപ്പോ ഹിറ്റ്സ് ഓഫ് ദിവ്യ എന്ന് പറഞ്ഞിട്ട് 9, അപ്പൊ ചില സോങ്സ് ആൾക്കാർ ഇത് ദിവ്യയാണോ പാടിയതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു പാട്ട് ദിവ്യയാണ് പാടിയതെന്ന് ആൾക്കാർക്ക് അറിയാത്തൊരു പാട്ട്, എന്നാ അത് ദിവ്യ പാടിയതെന്ന് അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കണം. അങ്ങനെയെങ്കിൽ ഏത് പാട്ടാ പാടുക? അത് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു പാട്ട് ഉമ്മറത്തെ ചെമ്പകത്തെ എന്നുള്ള പാട്ടാണ്. ആ പാട്ട് പാടാം. ഉമ്മറത്തെ ചെമ്പകത്തെ ചുറ്റി വന്ന തത്തേ, എന്നകത്തെ തേൻപഴത്തെ കട്ടെടുത്ത തത്തേ, രാക്കിനാവിൻ വാതിലോടിൻ ചാരി വന്ന മുത്തേ, നെഞ്ചിലോലും എൻ്റെ ഓമൽ പഞ്ചവർണ്ണ തത്തേ, ഉമ്മറത്തെ ചെമ്പകത്തെ ചുറ്റി വന്ന തത്തേ, എന്നകത്തെ തേൻപഴത്തെ കട്ടെടുത്ത തത്തേ. ഇപ്പോൾ പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ എന്താ ദിവ്യ പാടുന്ന പാട്ടുകൾ, ദിവ്യ പാടിയ പാട്ടുകളിൽ വീണ്ടും വീണ്ടും ദിവ്യയ്ക്ക് തന്നെ പേഴ്സണലി ഇരുന്ന് കുറേ തവണ കേൾക്കാൻ തോന്നിയിട്ടുള്ള, അയ്യോ ഇത് ഞാനാണോ പാടിയത്, അങ്ങനത്തെ പാട്ടുണ്ടോ? ഞാൻ അങ്ങനെ അധികം എൻ്റെ പാട്ടുകൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാറില്ല. എന്താ വെച്ചാൽ നമ്മൾ കറക്ഷൻ വേണോ വെച്ചിട്ടെങ്കിലും കേൾക്കില്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് കുറച്ചുകൂടി ഇംപ്രവൈസ് ചെയ്യാന്നൊക്കെ തോന്നില്ല. അതുകൊണ്ടാണ് അധികം കേൾക്കാത്തത്. ഞാൻ ഒരു 5 തവണയൊക്കെ കേൾക്കും. അപ്പൊ ഞാനായിരിക്കും അവിടെ കുറച്ചുകൂടി നന്നാക്കായിരുന്നു, കേൾക്കണ്ട. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാനായിരിക്കും വേണ്ട, ഇത് കൂടുതൽ കേട്ടാൽ ഞാൻ അതിനെ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് എല്ലാ സ്ഥലവും കണ്ടുപിടിക്കും. എന്താ വെച്ചാൽ അത് കേട്ടവരൊക്കെ നല്ല അഭിപ്രായം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഞാൻ പിന്നെന്താന്ന് വെച്ചാൽ അവർ നല്ല അഭിപ്രായം പറഞ്ഞാലും ഞാൻ ഇല്ല അവിടെ ഒന്നും ശരിയായിട്ടില്ല, ഇവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു കുറ്റബോധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ കുറച്ചൊക്കെ കേൾക്കും, പക്ഷെ ഈ പറഞ്ഞ മാതിരി റിപ്പീറ്റ് മോഡിൽ എനിക്ക് കൂടുതലും വേറെ ഓരോരുത്തരുടെ പാട്ട് കേട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് പഠിച്ചെടുക്കാം എന്നുള്ളത് ആണ്. എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ കൂടുതൽ ഏത് പാട്ടുകളൊക്കെ കേൾക്കുക? ഞാൻ ഏറ്റവും കൂടുതൽ ചിത്ര ചേച്ചിയുടെ പാട്ടുകളാണ് കേൾക്കാറ്. ഞാൻ ഒരു ഡൈ ഹാർഡ് ഫാനാണ് ചിത്ര ചേച്ചിയുടെ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. എപ്പോഴും ഇങ്ങനെ ഞാൻ പണ്ട് തൊട്ടേ പാട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളതും എല്ലാം ചിത്ര ചേച്ചിയുടെ പാട്ടുകളാണ്. എന്താ വെച്ചാൽ അമ്മ ഈ പറഞ്ഞ മാതിരി ഭയങ്കര ചിത്ര ചേച്ചി ഫാനാണ്. അപ്പം അമ്മ ഇങ്ങനെ കേൾപ്പിച്ചു തരും, നീ ഈ പാട്ട് കേൾക്ക്, ഈ പാട്ട് പഠിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ റെഫറൻസ് മുഴുവനും ചിത്ര ചേച്ചിയുടെയാണ്. പിന്നെ അമ്മ തന്നിട്ടുള്ളത് സുശീലാമ്മയുടെ പാട്ടുകളാണ്. അപ്പോൾ അതാണ് കൂടുതലും കേൾക്കാറ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഇറങ്ങുന്ന ചില പാട്ടുകൾ ചിലതൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ റിപ്പീറ്റ് മോഡിൽ കേൾക്കും. അങ്ങനെ ഒരു ഇതുണ്ട്, ലൂപ്പിൽ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ചിലപ്പോൾ ഞാനൊരു 100 തവണ വരെ ലൂപ്പിലൊക്കെ കേൾക്കും ചില പാട്ടുകൾ. അങ്ങനെ ലൈക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി നൈറ്റ് ടൈമിലാണ്. ഇപ്പോൾ ഫാമിലി ഉള്ളതുകൊണ്ട് മോളൊക്കെ ഉറങ്ങിയതിന് ശേഷം നമുക്ക് ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ അതിങ്ങനെ കേട്ട് കേട്ട് അങ്ങനെ കുറച്ച് എക്സെൻട്രിക് ആണ് ചില സമയത്ത്, അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ യെസ്, ഡെഫിനറ്റ്ലി ചിത്ര ചേച്ചിയുടെ പാട്ടുകളാണ് ലൂപ്പിൽ കേൾക്കാറ്. അങ്ങനെ ഇപ്പം അമ്മ കേൾപ്പിച്ച് ശീലമായത്, അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടം കൂടിയത്, അല്ലെങ്കിൽ അല്ലാതെ തന്നെ ദിവ്യയായിട്ട് ഇങ്ങനെ ഒത്തിരി കേട്ട് ഇഷ്ടപ്പെട്ടത്, അങ്ങനെ ഒരു ചിത്ര ചേച്ചിയുടെയോ സുശീലാമ്മയുടെ ആരുടെ ആണെങ്കിലും ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? എനിക്ക് ചിത്ര ചേച്ചിയുടെ മാലയം ഭയങ്കര ഇഷ്ടമാണ്. സുശീലാമ്മയുടെ ഇഷ്ടമാണ്, ഇഷ്ടമില്ല എന്നല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ കാലഘട്ടം കുറച്ചും കൂടി ഇതായതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് ഒരു കണക്ഷൻ കൂടുതൽ. മറ്റേത് ലൈക്ക് ലേണിംഗ് ലെസൺസ് മാതിരിയാണ് സുശീലാമ്മയുടെ പാട്ടുകൾ പഠിക്കാറ്. അതിൽ നമുക്ക് കുറേ
പഠിക്കാനുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് അതിന് വേണ്ടി അപ്പോൾ കുറച്ചുകൂടി അറ്റൻറ്റീവ് ആവും നമ്മൾ. പക്ഷേ ചിത്ര ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാനും ശ്രമിക്കും, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു വേൾഡിലേക്ക് ട്രാൻസിഷൻ വരും നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഞാൻ കുറേയും കൂടി അത് പ്രിഫർ ചെയ്യാണ്. മാലയും മാറോടലിഞ്ഞും മൈ കണ്ണിൽ മാമ്പൂ വിരിഞ്ഞും മഞ്ഞിൽ കുതിർന്നാടും പൊന്നിന്നാട് ഒന്നൊന്നായഴിഞ്ഞും പിന്നെ നെഞ്ചിൽ ചെണ്ടുമല്ലിപ്പൂവിൻ നേർത്ത ചില്ല കൂമ്പുലഞ്ഞും മാലയും മാറോടലിഞ്ഞും മൈ കണ്ണിൽ മാമ്പൂ വിരിഞ്ഞും. എന്താ സുഖം, വെറുതെ പാട്ട് മാത്രം പാടി അടുത്ത് പാടി അതാ ഞാൻ ആദ്യമേ ഓൺ ചെയ്തത്. ഞാൻ സംസാരിക്കുന്നതിനെക്കാട്ടിലും കൂടുതലും എനിക്ക് നല്ല രസമുണ്ട് ഇങ്ങനെ വെറുതെ കേട്ടിരുന്ന മതിയിലല്ല, ചോദ്യം ഒന്നും ചോദിക്കണ്ട. സുഖമുണ്ട് കേട്ടിരിക്കാൻ. താങ്ക് യു. ഞാൻ സത്യമായിട്ട് പറയാണ്, നമ്മൾ കുറെ കാലമായിട്ട് നമ്മൾ കാണുന്നത് ഇപ്പോഴല്ലേ, പക്ഷെ നമ്മൾ കുറെ കാലമായിട്ട് സോഷ്യൽ മീഡിയ വഴി ഫ്രണ്ട്സ് ആണ്, ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് ഈ ഖുഷിയുടെ ഇത് കണ്ടപ്പോൾ ഞാൻ അയ്യോ ഇത് ദിവ്യ, ഈ കുട്ടി വേറെ ഏതൊക്കെ പാട്ടാ പാടിയത്, അപ്പൊ ഞാൻ തന്നെ അയ്യോ ഇതൊക്കെ ദിവ്യ പാടിയതാണോ എന്ന് സത്യമായിട്ടും. അപ്പൊ ഉള്ളത് ഓപ്പണായിട്ട് പറയാൻ ഒരു മടിയില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിക്കും അപ്പൊ ഈശ്വര ദിവ്യക്ക് അങ്ങനത്തെ ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് സത്യമായിട്ടും. ആക്ച്വലി ഞാൻ യൂസ്ഡ് ആയിട്ട് ഇത് ഞാൻ ആദ്യം തുടങ്ങിയ സമയം തൊട്ടുള്ളൊരു സ്ഥിരം കംപ്ലൈന്റ് ആണ് എല്ലാവരുടെ അടുത്ത്. ഈവൻ ഗോപിചേട്ടൻ വരെ, ഗോപിസുന്ദർ വരെ ഈ തുടക്കം മാങ്ങൽ ഇറങ്ങിയ സമയത്ത് പറഞ്ഞു, ദിവ്യ പ്രൊമോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വേറെ വല്ലവരുടെയും പാട്ടായി മാറൂട്ടോ. അപ്പോഴും ഞാൻ ശരിയാണല്ലേ, ഒന്ന് 3-4 സ്ഥലത്ത് പോയിട്ടൊന്ന് പോയി പറയൂ താനാണോ പാടിയത്. അപ്പൊ ഞാൻ ഓക്കേ. പക്ഷേ ശരിയാണ്, അത് ചെയ്യണം. ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ മാതിരി, ചേച്ചി നേരത്തെ പറഞ്ഞ മാതിരി ഭയങ്കര കോമ്പറ്റീഷനാണ്, ഒരുപാട് സിംഗേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മളാണിത് പാടിയെന്ന് പറഞ്ഞ് നമുക്ക് പബ്ലിക്കിനെ കുറ്റം പറയാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാർ വരുമ്പോൾ അവർക്കും മനസ്സിലാവണമല്ലോ. പിന്നെ ഈ പറഞ്ഞ മാതിരി പണ്ടെന്നൊക്കെ പറഞ്ഞ റേഡിയോയിൽ എല്ലാം പാട്ടിനും അവർ ക്രെഡിറ്റ്സ് പറയും, ഇന്ന പാട്ടുകൾ. ഇന്നിപ്പോൾ നമ്മുടെ ലോകം ഫാസ്റ്റാണ്, അതുകൊണ്ട് നമുക്ക് അവരെയും റേഡിയോനെയും കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാം പ്രോഗ്രാംസിന് ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു പാട്ട് കഴിഞ്ഞാൽ അടുത്ത പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ പോവുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ മാതിരി സിംഗേഴ്സിനെ രജിസ്റ്റർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഈ പറഞ്ഞ മാതിരി അത് വേണം. ഞാൻ ചെറുതായിട്ട് ശ്രമിക്കുന്നുണ്ട്, ചെറിയൊരു ചേഞ്ചൊക്കെ ഉണ്ട് തോന്നുന്നു, പക്ഷേ സ്റ്റിൽ സംവെയർ ബിഹൈൻഡ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഇവയുടെ ടാലന്റിനെ വളരെ അധികം ഷാൻ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഗോപി സുന്ദറാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഈ ബാംഗ്ലൂർ ഡേയ്സിലെ സോങ് വേറെ ഏതോ ഒരു ലാംഗ്വേജിലും കൂടെ പാടി, തമിഴില്. ഓക്കെ, അത് പിന്നെ എങ്ങനെയാണ് ആ ഒരു ഒരേ സമയത്ത് കഴിഞ്ഞിട്ടാണ് തമിഴ് ചെയ്തത്. നമ്മൾ തന്നെയാണ്, സെയിം സിംഗേഴ്സ് തന്നെയാണ് പാടിയത്. അത് എനിക്ക് തോന്നുന്നു ആഫ്റ്റർ 1 year or 2 years കഴിഞ്ഞിട്ടല്ലേ അവർ അതിന്റെ തമിഴ് വേർഷൻ ചെയ്തത്. അപ്പോൾ സിംഗേഴ്സ് എല്ലാവരും സെയിം തന്നെയാണ്, നമ്മൾ ജസ്റ്റ് അതിന്റെ തമിഴ് വേർഷൻ പാടിയെന്ന് മാത്രം. ആ ഒരു പാട്ട് പാടുന്നത് കാരണം അത് അന്നും ഇന്നും ഒക്കെ ഓളമായിട്ട് നിൽക്കുന്ന ഒരു പാട്ടാണ്. അത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു, ഇപ്പോഴും ഞാൻ ഏത് സ്റ്റേജിൽ പോയാലും അത് പാടാതെ ആരും വിടാറില്ല. ഞാൻ കുറെ കാലമായില്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇത് പാടാതെ എന്തായാലും പോകാൻ പറ്റില്ല എന്ന് പറയും. ഇറ്റ് വർക്ക്സ്. അത് എനിക്ക് തോന്നുന്നു റെലവെന്റ് ആണ് തോന്നുന്നു ഈവൻ നൗ. അത് ശരിക്കും നമുക്കൊരു പ്രൗഡ് ആവാൻ പറ്റുന്നല്ലേ. തീർച്ചയായിട്ടും. അത് ഞാനത് പാടുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നില്ല അത് ഇങ്ങനൊരു ലെവലിലേക്ക് പോവും എന്നുള്ളത്. അതിൻ്റെ വിഷ്വൽസ് ഒക്കെ കാണിച്ചു തന്നപ്പോഴും ഞാൻ വിചാരിച്ചാൽ നല്ല രസമുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു റീച്ചുള്ളൊരു സോങ് ആയി മാറും, അത് നമ്മുടെ കരിയറിന് ഇത്രയും വലിയൊരു ബ്രേക്ക് ആവും എന്നുള്ളതൊന്നും അന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ദാറ്റ്സ് എ സോങ് ദാറ്റ് ഐ ഓൾവേസ് ആം പ്രൗഡ് അബൌട്ട് ഇൻ മൈ കരിയർ. ഇപ്പം ഷാനൊക്കെ ആയിട്ടെന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉണ്ടായിട്ടാണ് പാടുന്നത്. പിന്നെ മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിലേക്ക് പോകുമ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ളൊരു ഇതെങ്ങനെയായിരുന്നു? കാരണം ദിവ്യ ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ലല്ലോ ഇതിലേക്ക് വന്നത്. ഇഷ്ടമുണ്ട്, പക്ഷേ യു ആർ നെവർ ഞാൻ സാധാരണ ഞാൻ പൊതുവെ ലൈഫിൽ ഒന്നും പ്ലാൻ ചെയ്യാറില്ല. എന്താ വെച്ചാൽ ഞാൻ വളരെ ചെറുതിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കിയിട്ട് ഇറ്റ് നെവർ വർക്ക്സ്. ആ ടൈം ടേബിൾ പോലെ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പം അന്നേ എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴേ മനസ്സിലായി നമുക്കിത് ശരിയാവില്ല. ആ സമയത്ത് എന്ത് പഠിക്കാൻ തോന്നുന്നു അത് പഠിക്കുക, അപ്പോൾ ആ പോർഷൻസ് കവറാവും.
അപ്പോൾ ഞാൻ അങ്ങോട്ട് ലൈഫിൽ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ടേക്ക് എവറിത്തിങ് ആസ് ഇറ്റ് കംസ്. അത് വരുമ്പോൾ അതിനെ നന്നായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് പ്ലാൻ ചെയ്തൊന്നും ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ പരിപാടി നിർത്തി. പിന്നെ ബാക്കിയുള്ളവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് പറഞ്ഞാൽ പൊതുവെ എല്ലാവരും ഫ്രണ്ട്ലിയാണ്. അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് എന്നുള്ള രീതിയിലൊന്നും ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. ഓരോരുത്തരുടെ സ്റ്റൈൽ ഡിഫറെൻ്റ് ആണെന്ന് മാത്രം. എവറിബഡി ഹാസ് എ ഡിഫറെൻറ്റ് സ്റ്റൈൽ ആൻഡ് എ ഡിഫറെൻറ്റ് അപ്രോച്ച് ടു മ്യൂസിക്. പിന്നെ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് ആണല്ലോ. അപ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റിയും ക്രിയേഷനും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ബേസിക്കലി ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ആര് വിളിക്കുകയാണെങ്കിൽ ഐ കീപ് മൈ മൈൻഡ് വെരി ബ്ലാങ്ക്. ഒന്നും പ്ലാൻ ചെയ്യില്ല. ഞാൻ പ്രിപ്പയർ ചെയ്തൊന്നും പോവാറില്ല. ബിക്കോസ് ഐ നോ ഇറ്റ്സ് എ ഫ്രഷ് സോങ്. എല്ലാ പാട്ടുകളും നമ്മൾ അവിടെ പോയിട്ടാണ് കേൾക്കുന്നത്. ഭയങ്കര റെയർ സിറ്റുവേഷനിൽ മാത്രമേ നേരത്തെ നമുക്ക് ചില കമ്പോസേഴ്സ് മാത്രം നേരത്തെ അയച്ചിട്ട് ഇതൊന്നും കേട്ടു വെച്ചോളൂ കേട്ടോ, ഇങ്ങനെയായിരിക്കും പാട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ട് അത് സംഭവിക്കാറില്ല. നോട്ട് ഓൾവേസ്. എന്താ വെച്ചാൽ നമ്മൾ മലയാളം തന്നെയാണല്ലോ പാടാൻ പോകണം. അതർ ലാംഗ്വേജ് ആകുമ്പോൾ മാത്രമേ ചിലപ്പോൾ ഒക്കെ അവരിങ്ങനെ അയച്ചു തരുള്ളൂ ഇതാണ് ട്യൂൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഐ ട്രൈ ടു കീപ്പ് ഇറ്റ് ബ്ലാങ്ക്. എന്താ വെച്ചാൽ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് വെക്കുമ്പോൾ ഈ പറഞ്ഞ ഒരു ബ്ലാങ്ക് ക്യാൻവാസിൽ ഇറ്റ്സ് ഈസി ടു പെയിൻറ്റ്. ഓൾറെഡി ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മാച്ച് പിന്നെ പുതിയത് ചെയ്യേണ്ടി വരും. സോ ഐ ബിലീവ് കീപ്പിംഗ് ഇറ്റ് ബ്ലാങ്ക് ഇസ് ഓൾവേസ് ഗുഡ്. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് അങ്ങനെ റിസീവ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ആൻഡ് നമ്മുടെ മാക്സിമം ഡെലിവർ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്രയും പാടിയതിൽ ബുദ്ധിമുട്ടിപ്പോയ പാട്ടുകളുണ്ടോ? ഏറ്റവും ടഫായി പാടാൻ കഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന പാട്ടുകളുണ്ടോ? കഷ്ടപ്പെട്ടു അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ ചില സമയത്ത് ചില പോർഷനിൽ നമ്മളൊന്ന് ചിലപ്പോൾ സ്റ്റക്കായി പോവും എന്ന് മാത്രം. അതെന്താ വെച്ചാൽ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ അവരെന്താ ഉദ്ദേശിക്കണതെന്ന് ചിലപ്പോൾ മനസ്സിലാവാണ്ട് സ്റ്റക്കായി പോയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില പാട്ടുകൾക്ക്. പക്ഷെ അങ്ങനെ കഷ്ടപ്പെട്ട് ഇതുവരെ ഒന്നും പാടേണ്ടി ഇതുവരെ വന്നിട്ടില്ല. വരാതിരിക്കട്ടെ, ഉടനെ വരട്ടെ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടില്ല. അനുഗ്രഹിക്കുന്നു. ഇനി നാളെ അങ്ങനെ ഒരു പാട്ട് വരുമ്പോൾ റാണി ചേച്ചി തീർച്ചയായിട്ടും ഞാൻ ഓർക്കും. ഞാൻ മെസ്സേജ് അയക്കില്ല, നമ്പർ മാറ്റും. കരുതാക്കുണ്ടോന്ന് ഞാൻ ചോദിക്കും. അപ്പം ഇപ്പോൾ ഇത്രയും പാടിയ പാട്ടുകളിൽ ഫാമിലിക്കാവാം മറ്റുള്ളവർക്കാവാം ഏറ്റവും കൂടുതൽ ഇഷ്ടമായി എന്ന് പറയുന്ന പാട്ട് ഏത്? പൊതുവെ എല്ലാവർക്കും എൻ്റെ ചാർലിയിലത്തെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയാലും ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും അതൊന്ന് പാടുമോ എന്ന് പൊതുവെ എല്ലാവരും ചോദിക്കാറുണ്ട്. അതൊന്ന് പാടുമോ? തീർച്ചയായിട്ടും. അപ്പം അത് പാടാം. പുതുമഴയായി ചിറകടിയായി ജനലരികിൽ കുറുകി വരും കുളിരലയായി മിഴി നനയും നിനവുകളിൽ പടവുകളിൽ കയറി വരും പകലൊളിയായി ഇന്നേതൊരജ്ഞാത നവസൗരഭം എൻ വാതിലിൽ വന്നു കൈ നീട്ടുമോ ഇതുവരെ നീ കിനാവിന്നോരത്തെ പൂവേ ഇനി അരികെ വിരിഞ്ഞേ നിൽക്കാമോ പൂവേ. നിർത്താതിരിക്കാൻ പറ്റുമോ? ഇനിയിപ്പം വരാൻ പോകുന്ന സോങ്സ് ഏതാ ഇത് കഴിഞ്ഞിട്ട്? ഇപ്പൊ ഞാൻ കുറച്ച് ആൽബംസ് ഒക്കെയാണ് പാടിയിരിക്കുന്നത്. മൂവീസ് ഇനി പാടാൻ ഇരിക്കുന്നേ ഉള്ളൂ. ഹോപ്പ്ഫുള്ളി സൂൺ. അതെ, ഇതുപോലെ അടുത്തൊരു ഇന്റർവ്യൂവിന് വന്നിരുന്ന് കുറച്ച് വിശേഷങ്ങൾ പറയാൻ പറ്റട്ടെ. അതെ, തീർച്ചയായിട്ടും. അപ്പം എന്തായാലും ഈ ഒരു സമയത്ത് തന്നെ എനിക്ക് ദിവ്യയുടെ കൂടെ ഇതൊക്കെ പറയാനും കുറേ പാട്ടൊക്കെ നൈസായിട്ട് പാടിക്കാനും പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് സന്തോഷം. നമ്മൾ ഈ പറഞ്ഞ മാതിരി സോഷ്യൽ മീഡിയ കൂടെ കുറേ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ നേരിട്ടിരുന്ന് ചേച്ചിയുടെ കൂടെ സംസാരിച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ആൻഡ് ഒരു നല്ല എന്താ പറയുക, ഒരു ബ്രൈറ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല, ബ്രൈറ്റർ ഒരു ഫ്യൂച്ചറാണ് വിഷ് ചെയ്യണത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കഷ്ടപ്പാടുള്ള പാട്ടുകളും അത് മാത്രം വേണ്ട, ഇഷ്ടപ്പെട്ട് പാടാൻ. അല്ല, കഷ്ടപ്പാടുള്ള പാട്ടുകൾ സുഖമായി പാടാൻ പറ്റണം. ഇഷ്ടപ്പെട്ട് പാടാന്ന് പറഞ്ഞു. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടാനും ആ പാട്ടുകൾ പാടുമ്പോ ഇത് ദിവ്യാസ്മനൻ പാടിയതാണെന്ന് മനസ്സിലാവാനും സാധിക്കട്ടെ. അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ അത് ഈ പറഞ്ഞ മാതിരി രജിസ്റ്റർ ചെയ്യാൻ ഞാനും ട്രൈ ചെയ്യാം. കുറച്ച് ഐ ഡോണ്ട് നോ ഹൗ മച്ച്, പക്ഷെ എന്റെ സൈഡിൽ നിന്ന് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഇനിയിപ്പോ എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ദിവ്യ കൊറേ എഴുതിയിടാം.
അല്ല അങ്ങനെയല്ല, ഇനി നമ്മളത് അറിയണല്ലോ. അതെ അതെ, എപ്പോഴെങ്കിലും അറിഞ്ഞിട്ട് കാര്യമില്ല, അറിയേണ്ട ഇപ്പൊ ഞാൻ കുറച്ചുകൂടി പണ്ടത്തെ വെച്ച് നോക്കുമ്പോ ഒരു 5 years പുറകോട്ട് നോക്കുമ്പോ ഐ തിങ്ക് ഐ ഹവ് ഇംപ്രൂവ്ഡ് അല്ലോ കുറേ കൂടി. നല്ല ഇമ്പ്രൂവ്. സോ ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ് എവറി ഡേ, ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാം കൂടെ കറക്റ്റ് ഒരു സമയത്തെല്ലാം അടിപൊളിയായിട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പം ഇനി നമ്മൾ തമ്മിൽ കൂടുതലൊന്നും പറയാതിരിക്കുക എന്നുള്ളത്. നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച.